ഫ്രണ്ട്സ്, ചെമ്പനീർ പൂ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശ്രുതിയുടെ കള്ളത്തരങ്ങൾ മുഴുവൻ നമ്മുടെ അച്ചമ്മ പൊളിച്ചെടുക്കുകയാണ്. എന്ത് പറഞ്ഞാൽ വ്യക്തമായ തെളിവോടെ അച്ചമ്മ സത്യങ്ങളൊക്കെ അറിയാണ്. ശ്രുതി ഒന്ന് വിവാഹം കഴിച്ചതാണെന്നും ശ്രുതിയുടെ പേര് കല്യാണി എന്നാണെന്നും മലേഷ്യയിലെ ശ്രുതിയുടെ ആരുമില്ലെന്നും ഒരു കുട്ടിയുണ്ടെന്നും ഒക്കെ ഉള്ള കാര്യം ഇതെല്ലാം വന്നിട്ട് അങ്ങോട്ട് ചന്ദ്രോദയത്തിൽ പറയാണ് ചന്ദ്രയോട് നമ്മുടെ അച്ചമ്മ. ചന്ദ്ര ആദ്യം ഇതൊന്നും വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. പക്ഷെ ശ്രുതിയെ പിടിച്ച് മുന്നിൽ നിർത്തി അച്ചമ്മ ഈ കള്ളത്തരങ്ങളെല്ലാം പൊളിച്ചെടുക്കുന്നുണ്ട്. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലോ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഒരു ദിവസം ചന്ദ്രോദയത്തിൽ വെച്ചിട്ട് നമ്മുടെ അച്ചമ്മ പറയുന്നുണ്ട് അച്ചമ്മയ്ക്കൊരു ബന്ധുവീട്ടിലേക്ക് പോകണം. ആ ബന്ധുവീട്ടിലൊന്ന് പോയി സന്ദർശിക്കുന്ന ആവശ്യമാണ് എന്ന് പറയാം. അപ്പോൾ എങ്ങനെ ഞാൻ അങ്ങോട്ട് പോവാന്ന് ചോദിക്കുക. സച്ചിയോട് ചോദിക്കുന്നുണ്ട്, സച്ചി നീ എന്നെ ഒന്ന് അവിടം വരെ കൊണ്ടുപോവോ എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയാം, അയ്യോ അച്ചമ്മേ, എനിക്ക് വേറൊരു ഓട്ടം ഉണ്ടല്ലോ, അവർ നേരത്തെ പറഞ്ഞിരിക്കുന്ന. അപ്പോൾ പിന്നെ ഞാനെങ്ങനെ അച്ചമ്മേ വരുന്നത്, ഇന്ന് തന്നെ അച്ചമ്മയ്ക്ക് പോകണമെന്ന് ചോദിക്കുക. അപ്പം അച്ചമ്മ പറയുന്നുണ്ട്, എനിക്ക് ഇന്ന് തന്നെ പോകണം, ഇന്ന് തന്നെ പോകേണ്ട കാര്യം പിന്നീടത്തേക്ക് മാറ്റി വയ്ക്കാൻ പറ്റില്ലല്ലോ. നീയേ ഒരു കാര്യം ചെയ്യേ, നിൻ്റെ വണ്ടി വേണ്ട, നീ വേറെ ആരെങ്കിലും ഒരു വണ്ടി പിടിച്ച് തന്നാൽ മതി, ഏതെങ്കിലും ഒരു ടാക്സി, ഞാൻ അതിലങ്ങ് പോയിക്കോളാടാ എന്ന് പറയാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ആ ശരി അച്ചമ്മ, ഞാൻ എന്നാൽ ഒരു വണ്ടി പിടിച്ചു തരാം, അച്ചമ്മ പോയാൽ മതി, സമയമാകുമ്പോൾ പറഞ്ഞാൽ മതി എന്ന് പറയാം. അപ്പോൾ ചന്ദ്ര വന്നിട്ട് ചോദിക്കുക, എന്താ ഇപ്പം അമ്മ ബന്ധു വീടുകളിലൊക്കെ സന്ദർശനത്തിന് പോകുന്നത്, ഇതിപ്പം പതിവുള്ള കാര്യമാണോ എന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ തന്നെ അച്ചമ്മ പറയാം, അതെന്താ ചന്ദ്ര നീ അങ്ങനെ ചോദിച്ചത്, സാധാരണ എല്ലാവരും ബന്ധു വീടുകളിലൊക്കെ മക്കളെയും ബന്ധുക്കളെയൊക്കെ അന്വേഷിക്കാൻ പോകുന്ന പതിവല്ലേ, ഇവിടെ നിന്നെ 2-3 മരുമക്കളുണ്ടല്ലോ, അവരുടെയൊക്കെ വീടുകളിൽ നിന്ന് ഇവിടെ ആളുകൾ വരാറില്ലേ, അവരെയൊക്കെ നീ ആട്ടിപ്പായിക്കാറാണോ ചെയ്യാറ് എന്ന് ചോദിക്കുക. അപ്പം ഉടനെ അച്ചമ്മ പറയാം, രേവതിയുടെ അമ്മ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടല്ലോ, അതുപോലെ വർഷയുടെ അമ്മയച്ഛനും വരാറുണ്ടല്ലോ, അതൊക്കെ നീ എതിർക്കാറില്ലല്ലോ, അവർ വരുന്ന അവരുടെ മക്കളെ കാണാനല്ലേ, അതുപോലെ എനിക്ക് പോകണ്ടേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ അച്ചമ്മ പറയാം, അത് നിൻ്റെ 2ാമത്തെ മരുമോളുടെ വീട്ടിൽ നിന്ന് ആരും വരുന്നില്ലെന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പോൾ ചന്ദ്ര പറയാം, അവരൊക്കെ അങ്ങ് മലേഷ്യയിലല്ലേ അമ്മേ, അവരെന്തിനാ എപ്പോഴും ഇങ്ങോട്ട് വരുന്നത് എന്ന് പറയാണ്. അതേസമയം ആ രേവതിയുടെ വീട്ടുകാർ എപ്പോഴും വലിഞ്ഞു കയറി വരും, അവരിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതാകെപ്പാടെ നാണക്കേടാ, നമുക്ക് അങ്ങനെ ഒരു ബന്ധുത്വം ഉണ്ടെന്ന് നാട്ടുകാരറിയുന്ന തന്നെ കുറച്ചില്ല, ദാരിദ്ര്യവാസികൾ, എന്നാലും ഇടയ്ക്കിടയ്ക്ക് മോളെ കാണാനാണെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്ന് കയറും എന്ന് ചന്ദ്ര പറയുക. അപ്പോൾ ഉടനെ അച്ചമ്മ പറയാം, അതെന്താ അവർക്ക് അവരുടെ മോളെ കാണണ്ടേ, അവരിങ്ങോട്ട് വരുന്നതുകൊണ്ട് നിനക്ക് എന്ത് കുറച്ചില്ല ചന്ദ്രയുള്ളത്. അപ്പോൾ ചന്ദ്ര പറയാം, ആ അതൊക്കെയുണ്ട്, അപ്പം നിൻ്റെ മരുമോള് വർഷയുടെ അമ്മയും അച്ഛനും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറില്ലേ, ആ മഹിമയൊക്കെ, അതിന് നീ എതിർത്ത് കാണുന്നില്ലല്ലോ, നിനക്ക് ഭയങ്കര സന്തോഷമാണല്ലോ അവർ വരുമ്പം. അതെ, അവർ വരുമ്പോൾ എനിക്ക് സന്തോഷം തന്നെയാണ്, മഹിമയൊക്കെ ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല അഭിമാനമാണ്, ആ കുടുംബമായിട്ട് നമുക്ക് ബന്ധുത്വം ഉണ്ടെന്ന് നാട്ടുകാരെ അറിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന് തന്നെയാണ് നല്ലത്, അതുപോലാണോ രേവതിയുടെ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അച്ചമ്മ പറയാം, അതുപോലെ തന്നെയാണ് രേവതിയുടെ കാര്യം, രേവതി ഈ വീട്ടിലെ മരുമോളാണെങ്കിൽ അവളുടെ അമ്മയ്ക്ക് ഇവിടെ വരാനുള്ള അവകാശമുണ്ട്, അതുപോലെ വർഷയുടെ അമ്മയും അച്ഛനും വരുന്നതിനേക്കാളും ബഹുമാനം കൊടുക്കണം രേവതിക്ക്, ഈ വീട്ടിൽ ആദ്യം വന്ന് കയറിയ പെണ്ണേ രേവതിയാ എന്ന് അച്ചമ്മ പറയുമ്പോൾ ചന്ദ്രയ്ക്ക് അത് ഇഷ്ടപ്പെടുകയല്ല. ചന്ദ്ര പറയാം, പിന്നെ അതുകൊണ്ട് വലിയ കാര്യമായി. എടി എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഒരുത്തിയുണ്ടല്ലോ നിൻ്റെ പ്രിയപ്പെട്ട മരുമകൾ ശ്രുതി, അവളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ, അവളുടെ അമ്മയോ അച്ഛനോ ആരെങ്കിലും ഇവിടെ കയറി വരുന്നുണ്ടോ, അവരാരെങ്കിലും അവിടെ അന്വേഷിക്കാൻ വരുന്നുണ്ടോ, അവളുടെ ഏതെങ്കിലും ബന്ധുക്കൾ വീട്ടിലേക്ക് ഇവർ പോയിട്ടുണ്ടോ, എന്താടി ഇത്, അതിന് നിനക്കൊരു നാണക്കേടും തോന്നുന്നില്ല എന്ന് ചോദിക്കുക. അപ്പോൾ ചന്ദ്ര പറയാം, അതെങ്ങനെയാ ശ്രുതിയുടെ അമ്മയും അച്ഛനും വരുന്നേ, ശ്രുതിയുടെ അമ്മ മരിച്ചു പോയില്ലേ, അതുപോലെ തന്നെ അച്ഛൻ മലേഷ്യയിൽ ജയിലിൽ കിടക്കുമ്പോൾ എങ്ങനെ ഇവിടെ വരുന്നത്, ഓ അച്ഛൻ മലേഷ്യയിൽ ജയിലിൽ കിടക്കുന്നത് കൊണ്ടാണ് വരാത്തത്, അമ്മ മരിച്ചു പോയതുകൊണ്ട്, ഏതെങ്കിലും ഒരു ദിവസം ഇത്രയും നാളിനോടരെ അവരാരെങ്കിലും വരുമോ അന്വേഷിക്കുകയോ ചെയ്തോ, ഇവരെവിടെയെങ്കിലും പോവുകയോ ചെയ്തോ, അതിനൊന്നും നാണക്കേടില്ല, എന്തായാലും എത്രയായാലും രേവതി പാവപ്പെട്ടവളാണേലും അവളുടെ വീട്ടുകാർ ഇവിടെ വന്ന് അന്വേഷിക്കുന്നുണ്ട്, അതുപോലൊന്നും അല്ല ദേ നിൻ്റെ പ്രിയപ്പെട്ട മരുമോളുടെ, നീ തന്നെ കണ്ടെത്തിയതല്ലേ ഇവളെ, എന്നിട്ട് എന്താ ഇത്. അപ്പോൾ ഉടനെ ശ്രുതി പറയാം, അത് അച്ചമ്മേ അങ്ങനൊന്നും പറയരുത്, എൻ്റെ അമ്മ മരിച്ചു പോയതുകൊണ്ടല്ലേ, ഇല്ലെങ്കിൽ എൻ്റെ അമ്മ ഈ ഇടയ്ക്കിടയ്ക്ക് വന്നേനെ, ഇതിപ്പം അമ്മയില്ലാത്ത എന്നെ ഇങ്ങനെ കുത്തി പറയുന്നത് എന്തിനാ. അപ്പോൾ അച്ഛമ്മ പറയാം, ഏയ് നിന്നെ കുത്തി പറഞ്ഞാലേ, അതേ ഇവള് പറഞ്ഞതിൻ്റെ മറുപടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് കേട്ടോ അച്ചമ്മയ്ക്ക് പോകാനായിട്ട് വണ്ടിയൊക്കെ വിളിച്ച് സച്ചി വിടുക. എന്നിട്ട് എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് അച്ചമ്മ പോവുകയാണ്. അച്ചമ്മ പറയുന്നുണ്ട്, ഞാൻ പോയിട്ട് വൈകിട്ട് തന്നെ എത്തും കേട്ടോ, ഞാനൊന്ന് പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് ടാക്സിയിൽ കയറി അച്ചമ്മ എല്ലാവരോടും യാത്ര പറഞ്ഞ് പോവാം. അതേസമയം
നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ ഭയങ്കര മനപ്രയാസം വരികയാണ്. ശ്രുതി അങ്ങ് വിചാരിക്കുകയാണ് കേട്ടോ, അയ്യോ ഞാൻ എന്താ ചെയ്യുക, എൻ്റെ വീട്ടിൽ നിന്ന് മാത്രം ആരും വരുന്നില്ലെന്നും പറഞ്ഞ് ഇവിടെ എല്ലാവരും എന്നെ കുത്തുവാണല്ലോ. ഇപ്പം അച്ഛമ്മ തന്നെ പറഞ്ഞത് കേട്ടില്ലേ, എൻ്റെ അമ്മ വരുന്നില്ല, അച്ഛൻ വരുന്നില്ല. എന്തൊരു നാണക്കേട്. ഞാൻ എല്ലാവരുടെ മുമ്പിൽ അങ്ങ് നാണം കെട്ട് പോയി. അതുമാത്രമല്ല, എൻ്റെ അമ്മ മരിച്ചു പോയെന്ന് ഞാൻ അവരോട് പറയുകയും ചെയ്തു. എൻ്റെ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ലാതിരിക്കുന്ന അമ്മ മരിച്ചെന്ന് ആ ഒരു സന്ദർഭത്തിൽ പറയേണ്ടി വന്നു. ഇവിടെ എല്ലാവരോടും അങ്ങനെയല്ലേ പറഞ്ഞു വെച്ചിരിക്കുന്നത്. എനിക്ക് എന്തോ ഒരു വിഷമം പോലെ തോന്നുന്നു, മനസ്സിനൊരു ഭാരം പോലെ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് ഉടനെ തന്നെ പോയി ഫ്രണ്ടിനെ ഫോൺ വിളിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ശ്രുതി. എന്നിട്ട് പറയാം, അതെ എന്നെ ഇവിടെ എല്ലാവരും കുത്തി പറയാണ്. രേവതിയുടെ വീട്ടിൽ നിന്നും വർഷയുടെ വീട്ടിൽ നിന്നും എല്ലാവരും ഇവിടെ അന്വേഷിക്കാനൊക്കെ വരുന്നുണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് മാത്രം ആരും ഇങ്ങോട്ട് വരുന്നില്ലെന്ന് പറഞ്ഞിട്ട്. എൻ്റെ അമ്മ മരിച്ചു പോയെന്നല്ലേ ഞാനിവിടെ പറഞ്ഞത്. അതെനിക്കൊരു വിഷമമായിപ്പോയി. എന്തൊരു കഷ്ടമാണ്, ജീവിച്ചിരിക്കുന്ന അമ്മ മരിച്ചു പോയെന്ന് എനിക്ക് പറയേണ്ടി വന്നല്ലോ. അപ്പോൾ ഫ്രണ്ട് പറയാം, അതുകൊണ്ട് നീ വിഷമിക്കൊന്നും വേണ്ട എൻ്റെ പൊന്നു കല്യാണി, നീ അതോർത്ത് വിഷമിക്കേണ്ട. നീ ഇപ്പോൾ ഒരു കാര്യം ചെയ്യ്, നിൻ്റെ വീട്ടിൽ പോയി അമ്മയും അതുപോലെ തന്നെ മോനെയൊക്കെ ഒന്ന് കണ്ടിട്ട് വാ. അപ്പോൾ നിൻ്റെ മനസ്സിൻ്റെ ഭാരമൊക്കെ അങ്ങ് പോകും. മോനെയൊക്കെ ഒന്ന് ചെന്നെടുക്കുമ്പോൾ നിനക്ക് സന്തോഷമാകും കല്യാണി എന്ന് പറയുക. അപ്പോൾ ഉടനെ ശ്രുതി പറയുക, ശരിയാ, ഞാനൊന്ന് വീട് വരെ പോവാം. അമ്മയെ കാണാനായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്കൊരു മനസ്സിന് വിഷമം. പോയി അവരെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് ശ്രുതി പോവാണ്. അങ്ങനെ ശ്രുതി പാർലറിലേക്കാണെന്ന് ചന്ദ്രയോട് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങാം. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ശരി മോളെ, നീ വൈകിട്ടല്ലേ വരുള്ളൂ എന്ന് ചോദിക്കുക. അതെ, ഞാൻ പാർലറിലേക്ക് പോവാണ്. ശ്രുതിയാണെങ്കിൽ ഷോപ്പിലേക്കും പോയിരിക്കുക എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയാണ് നമ്മുടെ ശ്രുതി. എന്നിട്ട് നേരെ പോകുന്നത് വീട്ടിലേക്കാണ്. അപ്പം വീട്ടിൽ വിമലയും ആദിയും ഉണ്ടല്ലോ, അവരെ കാണാനായിട്ട് അവിടെ ചെന്ന് കഴിയുമ്പം വിമലയോടും ആദിയോടും ഇങ്ങനെ സംസാരിക്കുമ്പം വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ ശ്രുതി. അപ്പം വിമല ചോദിക്കുന്നുണ്ട്, എന്താ കല്യാണി നീ ഇപ്പോൾ ഓടിപ്പിടിച്ച് ഇങ്ങനെ വന്നത്? നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓടിപ്പിടിച്ച് വന്നാൽ അവർക്ക് എന്തെങ്കിലും സംശയം തോന്നില്ലേ? നീ ഒരു കാര്യം മനസ്സിലാക്കണം കല്യാണി, നീ കള്ളത്തരങ്ങൾ പറഞ്ഞാൽ അവിടെ പിടിച്ച് നിൽക്കുന്നതെന്നുള്ള കാര്യം. അപ്പോൾ പറയാണ്, എന്ത് കള്ളത്തരം പറഞ്ഞ് പിടിച്ചു നിന്നാലും എനിക്ക് എൻ്റെ മോനെയും അമ്മയും കാണണമെന്ന് തോന്നുമ്പോൾ വരാതിരിക്കാൻ പറ്റുമോ? ഇന്നിപ്പോൾ അവിടെ എല്ലാവരും കുത്തി കുത്തി പറയാ എൻ്റെ വീട്ടിൽ നിന്ന് മാത്രം ആരും അന്വേഷിക്കാൻ അങ്ങോട്ട് വരുന്നില്ലെന്ന്. സത്യം പറഞ്ഞാൽ അച്ഛൻ മലേഷ്യയിലും അമ്മ മരിച്ചു പോയെന്നോ ഞാൻ അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വിമല പറയാം, എന്നെ നീ കൊന്നല്ലേ, അല്ലേലും നീ നിൻ്റെ സ്വന്തം കാര്യത്തിനായിട്ട് അതും അതിൻ്റെ അപ്പുറമൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഉടനെ തന്നെ പറയാണ് ശ്രുതി, അതമ്മേ എൻ്റെ അവസ്ഥ അമ്മ മനസ്സിലാക്കണം. അമ്മയ്ക്കും എന്നെ ഇങ്ങനെ കുത്തി പറയാൻ പോയാൽ എന്താ ചെയ്യുന്നത്? ഞാൻ മോനില്ല, അമ്മ മരിച്ചുപോയി എന്നൊക്കെ അവിടെ പറയുമ്പോൾ എൻ്റെ മനസ്സിന് എന്തുമാത്രം വിഷമമുണ്ടെന്ന് നിങ്ങളാരെങ്കിലും ആലോചിക്കുന്നുണ്ടോ? അപ്പോൾ വിമല പറയാം, സാരില്ല കല്യാണി, ഞാൻ വെറുതെ പറഞ്ഞതാ. എനിക്ക് അറിഞ്ഞൂടെ നിൻ്റെ അവസ്ഥ കൊണ്ടല്ലേ നീ അവിടെ ഈ കള്ളത്തരം പറഞ്ഞ് പിടിച്ച് നിൽക്കുന്നത്. നീ ഇങ്ങനെ വിഷമിക്കാതെ ടെൻഷൻ അടിക്കാതെ മോനുമായിട്ടൊക്കെ സംസാരിച്ചേ കുറച്ച് നേരം ആദിമോൻ്റെ അടുത്ത് നീ ഇരിക്കേ, അപ്പോൾ നിൻ്റെ വിഷമമൊക്കെ മാറുമെന്ന് പറയാം. അങ്ങനെ നമ്മുടെ ശ്രുതി അവിടെ ഇരുന്ന ആദിയും വിമലയുമായിട്ട് സംസാരിക്കുകയും അവിടുന്ന് ഫുഡ് കഴിക്കുകയും ആദ്യം എടുത്തിട്ട് കൊഞ്ചിക്കുകയും ആദ്യക്ക് കുറച്ച് സ്വീറ്റ്സും അതുപോലെ തന്നെ ഉടുപ്പുകളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ആദ്യക്ക് കൊണ്ടുവന്നിരുന്ന ഡ്രസ്സൊക്കെ കൊടുത്ത് ആദ്യം ഒരേ ഡ്രസ്സും ഇടിച്ച് നോക്കി ഫോട്ടോയൊക്കെ എടുക്കുകയാണ് കേട്ടോ നമ്മുടെ ശ്രുതി. അതുപോലെ കൊണ്ടുവന്ന ചോക്ലേറ്റ്സും സ്വീറ്റ്സും എല്ലാം കൊടുക്കുക. ആദ്യം ഭയങ്കര ഹാപ്പിയാണ്. ആദ്യം പറയാണ്, അമ്മ ഇനി തിരിച്ചു പോകണ്ട, അമ്മ എൻ്റെ അമ്മയാണെന്നുള്ള വിവരം എല്ലാവരും അറിയട്ടെ. അതുപോലെ തന്നെ എൻ്റെ സ്കൂളിൽ എല്ലാവരും എന്നെ കളിയാക്കുന്നുണ്ട്, നിനക്ക് മാത്രം അമ്മയില്ല എന്ന് പറഞ്ഞ്. എന്ത് പ്രോഗ്രാമിനും എന്ത് മീറ്റിങ്ങിനും വരുന്നത് അമ്മമ്മയല്ലേ, അമ്മ വരുന്നില്ലല്ലോ. അതുകൊണ്ട് എല്ലാവരും പറയാം നിനക്ക് അമ്മയില്ലെന്ന്. എനിക്ക് അമ്മയെ കൊണ്ട് സ്കൂളിൽ കാണിക്കണം, അവരുടെയൊക്കെ മുമ്പിൽ എൻ്റെ അമ്മ ഇതാണെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ച് കൊടുക്കണം. അപ്പം ഉടനെ ശ്രുതി പറയാ, അത് മോനെ നിനക്കറിയാമേലേ അമ്മ അവിടെ കള്ളത്തരം പറഞ്ഞാൽ പിടിച്ച് നിൽക്കുന്നത്, അമ്മയുടെ അവസ്ഥ അങ്ങനെയായിട്ടല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ തന്നെ ആദി പറയാണ്, അതെന്താ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമില്ലേ? എല്ലാവരുടെയും മക്കൾ കൂടെ നിൽക്കണം എന്നല്ലേ ആഗ്രഹം, എന്നിട്ട് എന്താ അമ്മ എന്നെ ഇവിടെ നിർത്തിയിട്ട് മാറി നിൽക്കുന്നത്? ശരിക്കും പറ, അമ്മയ്ക്ക് എന്നെ ഇഷ്ടമില്ലേ? എന്താ എന്തിനാ അവിടെ പോയി നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ശ്രുതി പറയാം, അത് മോനെ അതൊന്നും നിനക്കിപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. മോൻ ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു പ്രായമാകുമ്പം അമ്മ ഈ കാര്യങ്ങളൊക്കെ മോനോട് പറഞ്ഞു തരാം, അപ്പോൾ മോൻ എല്ലാം മനസ്സിലാകും കേട്ടോ എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞ് അവിടെ സന്തോഷമായിട്ടിരിക്കുക. അതേസമയം നമ്മുടെ അച്ഛമ്മ പോയിട്ട് തിരിച്ചു വരികയാണ്. തിരിച്ചു വരുന്ന വഴി തന്നെ ഈ ശ്രുതിയുടെ വീടിൻ്റെ അടുത്തെത്തുമ്പോഴേക്കും അച്ഛമ്മയുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആവുകയാണ്. അങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ് അച്ഛമ്മ. എന്നിട്ട് ആ ടാക്സി ഡ്രൈവർ പറയുന്നുണ്ട് കേട്ടോ, അയ്യോ ചേച്ചി ഈ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി, ഇനിയിപ്പോൾ ഇത് വർക്ക്ഷോപ്പിൽ നിന്ന് ആൾ വന്ന് നന്നാക്കാതെ പോകാനേ പറ്റില്ല, എന്താ ചെയ്യാമെന്ന് പറയാണ്.
അപ്പോൾ അച്ചമ്മ ചോദിക്കുക, ഈ എടാ ഇത് ഒന്നും അല്ലാത്ത ഒരു സ്ഥലത്ത് കൊണ്ട് എന്നെ നിർത്തിയിട്ട് നീ പോയാൽ എങ്ങനെയാ, ഞാൻ എന്താ ചെയ്യുക, ഞാൻ എങ്ങനെ ഇവിടെ നിന്ന് തിരിച്ചു പോകും എന്ന് പറയാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഈ വണ്ടി ഒന്ന് വർക്ക്ഷോപ്പിലോട്ട് മാറ്റിയിട്ട് ഞാൻ മറ്റൊരു ടാക്സി വിടാം, അതിൽ പൊക്കോളാൻ പറയാണ്. അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട്, ആ ശരി, എന്തെങ്കിലും ആകട്ടെ, നിൻ്റെ വണ്ടി ആദ്യം നന്നാക്ക്, എന്നിട്ട് വേറെ ടാക്സി വന്ന് ഞാൻ പോയിക്കോളാം, ഇതിപ്പോൾ ഏതാ സ്ഥലം എന്ന് പോലും എനിക്കറിയില്ലല്ലോ എന്ന് ചോദിക്കുമ്പം അയാൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ സ്ഥലം. ഓക്കെ, ഈ സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് പറയാം. അങ്ങനെ അച്ചമ്മ വെളിയിലിറങ്ങി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു വീടിൻ്റെ മുമ്പിൽ അച്ചമ്മ ഇങ്ങനെ നിൽക്കുമ്പം അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ നമ്മുടെ ശ്രുതിയുടെ വീട്. ശ്രുതിയുടെ വീടിൻ്റെ മുറ്റത്ത് ശ്രുതിയെയും അതുപോലെ വിമലയെയും ആദ്യം കാണുകയാണ് അച്ചമ്മ. ശ്രുതിയാണെങ്കിൽ കുഞ്ഞിനെ എടുക്കുകയും ഉമ്മ വയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവർ മൂന്ന് പേരും സംസാരിച്ചിങ്ങനെ നിൽക്കുക. അപ്പോൾ വിമലയും ആദ്യം ആയതുകൊണ്ട് തന്നെ ശ്രുതിയെ കാണുമ്പോൾ അച്ചമ്മയ്ക്ക് മനസ്സിലാകുക. അപ്പോൾ ശ്രുതിയെ കണ്ടുകൊണ്ട് അച്ചമ്മ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. എന്നിട്ട് സംശയം തോന്നുന്ന അച്ചമ്മ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ, ഇതെന്താ ഇവിടെ വന്നിരിക്കുന്നത്, ഈ ആദ്യം വിമലയല്ലേ ഇത്, ഇവരവിടെ വീട്ടിൽ വരാറുള്ളതാണല്ലോ, ഇവരെ സച്ചിയും രേവതിയാണല്ലോ അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്, അപ്പോഴൊന്നും ശ്രുതിക്ക് അവരെ ഇഷ്ടമില്ല, സംസാരിക്കാറുമില്ല, എന്നിട്ട് എന്താ ഇവളിപ്പം ഇവരുടെ വീട്ടിൽ വന്ന് ഇവരുമായിട്ട് സംസാരിച്ചിരിക്കുന്നത്, കുറച്ച് സമയമായല്ലോ. അത് തന്നെയല്ല, ഇവള് പാർലറിലേക്കല്ലേ പോയത്, ഇങ്ങോട്ടൊന്നും പോരുവാന്ന് പറഞ്ഞില്ലല്ലോ, ഇത്രയും ദൂരം എന്താ ഇവള് വന്നത്, എന്തായിരിക്കും കാര്യം എന്നൊക്കെ വിചാരിക്കുക. എന്നിട്ട് ഉടനെ തന്നെ വിളിക്കുകയാണ്, അവിടെ നിൽക്കുന്ന ഒരാളോട് ചോദിക്കുന്നുണ്ട് അച്ചമ്മ, ദേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ദേ ആ വീട്ടിൽ നിൽക്കുന്ന ആ പെൺകുട്ടിയെ നിങ്ങൾക്കറിയാവോ, നിങ്ങളുടെ നാടല്ലേ ഇത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയാ, ആ അറിയാമല്ലോ, അത് നമ്മുടെ കല്യാണിയല്ലേ എന്ന് പറയാം. അപ്പം അച്ചമ്മ ചോദിക്കുക, കല്യാണി എന്നാണ് ആ കുട്ടിയുടെ പേര്, അല്ലാതെ ശ്രുതി എന്നൊന്നും അല്ലേ? അപ്പോൾ അവർ പറയും, ഏയ് ശ്രുതി എന്നൊന്നും അല്ല, കല്യാണി എന്നാ ആ കുട്ടിയുടെ പേര്, ഈ നാട്ടിൽ ജനിച്ച് വളർന്ന ആ കുട്ടി ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം എന്ന് പറയണം. അപ്പോൾ പറയാണ്, കല്യാണിയെ കൂടെ നിൽക്കുന്നവർ ആരൊക്കെയാണെന്ന് ചോദിക്കുക. അപ്പോൾ പറയാം, അത് കല്യാണിയുടെ അമ്മയും കല്യാണിയുടെ മോനുമാണെന്ന് പറയാണ്. അപ്പോൾ ഉടനെ അച്ചമ്മ ചോദിക്കുക, ആ പെൺകുട്ടി വിവാഹം കഴിച്ചതാണോ? അപ്പോൾ ഉടനെ തന്നെ അവർ പറയുന്നുണ്ട്, അതെ, ആ പെൺകുട്ടിയുടെ വിവാഹമൊക്കെ കഴിഞ്ഞാൽ അത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്ന് പറയാണ്. അന്നേരം അച്ചമ്മ ചോദിക്കുക, എന്താണെന്ന് വെച്ചാൽ പറ, ആ കുട്ടിയെ എവിടെയോ കണ്ടിട്ടുള്ള പോലെ എനിക്ക് തോന്നി, എനിക്ക് പരിചയമുള്ള ഒരു കുട്ടിയാണോ എന്ന് സംശയം തോന്നിയുകൊണ്ട് നിങ്ങളോട് ചോദിച്ചാൽ കേട്ടോ എന്ന് പറയുമ്പോൾ പറയാം, അതെ, അതൊരു വലിയ കഥയാണ്, ഒരു ദുരന്തം തന്നെയാണ്. ആ പെൺകുട്ടിയുടെ അമ്മയും അച്ഛനും ഒക്കെ ഉണ്ടായിരുന്നു. അച്ഛൻ ഒരുപാട് കടമൊക്കെ വരുത്തി വെച്ചിരിക്കുകയായിരുന്നു. അയാൾ മരിച്ചപ്പം ഒരുപാട് കടം ഉണ്ടായിരുന്നു, ഒരുപാട് പേർക്ക് കടം കൊടുക്കാനും ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു പ്രായമായ ആളുടെ കൂടെ ദേ ഈ പെൺകുട്ടിയെ അയാൾ മരിച്ചപ്പോൾ ഇവർ വിവാഹം കഴിച്ചു വിട്ടു. കടം വീട്ടാൻ വേണ്ടി ചെയ്തതാണ് കേട്ടോ, അവരുടെ നിർബന്ധത്തിന്. ഈ പെൺകുട്ടിക്ക് അയാളുമായിട്ടുള്ള വിവാഹം ഒട്ടും താല്പര്യമില്ലായിരുന്നു. പക്ഷേ എല്ലാവരും കൂടെ നിർബന്ധിച്ച് ഈ കല്യാണിയെ അയാളുടെ കൂടെ വിവാഹം കഴിച്ചു. എന്തായാലും ഒരു കുട്ടിയായി കഴിഞ്ഞപ്പോഴേക്കും അയാൾ മരിച്ചും പോയി. പാവം, കല്യാണിക്ക് ആരും ഇല്ലാതെയായി. അങ്ങനെ തിരിച്ച് വീണ്ടും ഈ വീട്ടിലേക്ക് വന്നു. ഈ കുട്ടിയുമായിട്ട് ഇവിടെ ജീവിക്കാൻ തുടങ്ങി. പക്ഷേ അങ്ങനെ ഒരു വിവാഹം കഴിച്ചതാണെന്നുള്ള ഭാവമേ കല്യാണിക്കില്ല. പിന്നെ ഇവിടെ വന്ന് നിന്നതിന് ശേഷമാണ് കല്യാണി ടൗണിൽ എവിടെയോ പോയി ബ്യൂട്ടീഷ്യൻ കോഴ്സൊക്കെ പഠിച്ച് ബ്യൂട്ടി പാർലറിൽ നിൽക്കുകയോ ബ്യൂട്ടി പാർലർ ഇടുകയോ എന്തൊക്കെയോ ചെയ്തു. അതിനൊക്കെ ശേഷം ഇപ്പം കല്യാണി ഇവിടെ ഇല്ല. എന്താണെന്നറിയില്ല, വല്ലപ്പോഴും ഇതുപോലൊന്ന് വരും, വന്നിട്ട് പോകും. ഇവിടെ എല്ലാവരോടും ഇവർ പറയുന്നത് ദുബായിലാണെന്നൊക്കെയാ. ദുബായിലാണെങ്കിൽ ഇങ്ങനെ ദിവസവും ഇടയ്ക്കിടയ്ക്ക് തോന്നുമ്പം വരാൻ പറ്റുമോ? അതൊന്നും ആയിരിക്കില്ല. എന്തായാലും വിമലയും അതുപോലെ ആ കുട്ടിയും മാത്രമേ ഈ വീട്ടിലുള്ളൂ. കല്യാണി വല്ലപ്പോഴും ഒന്ന് വരും, കുട്ടിക്ക് വേണ്ടതൊക്കെ വാങ്ങിക്കൊടുക്കും. സത്യം എന്താണെന്നുള്ള വിവരം വിമലയെ ആരോടും പറയുന്നില്ല. കല്യാണി എവിടെയാണെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് നല്ല സംശയമുണ്ട്. നാട്ടുകാരെല്ലാം ചോദിക്കുന്നു, അതും ഇതും പറയുന്നു ഒക്കെയുണ്ട്. പക്ഷെ അവരൊന്നും സമ്മതിച്ചു തരുന്നില്ല. പിന്നെ എന്തെങ്കിലും ആകട്ടെ, നമ്മൾ ഒരാളുടെ കാര്യത്തിൽ എന്തിനാ കൂടുതലായിട്ട് അന്വേഷിക്കുന്നത്? അപ്പം അച്ചമ്മ പറയാ, ശരിയാ, എന്തിനാ നമ്മൾ കൂടുതലായിട്ട് അന്വേഷിക്കുന്നത്? ഞാൻ ഉദ്ദേശിച്ച കുട്ടി ഇതല്ലെന്നാ തോന്നുന്നത്. ഏതായാലും സംശയമൊക്കെ അങ്ങ് മാറി എന്നൊക്കെ അച്ചമ്മയും പറയാം. എന്നിട്ട് അച്ചമ്മ അങ്ങോട്ട് മാറി നിൽക്കുകയാണ് കേട്ടോ. മാറി നിന്നിട്ട് നമ്മുടെ ചന്ദ്രയെ വിളിക്കുക. അപ്പോൾ ചന്ദ്ര ഫോൺ എടുത്തിട്ട് ചോദിക്കുന്നുണ്ട്, എന്താമേ? അതെ എടീ, ഞാൻ വരുന്ന വഴി എൻ്റെ ടാക്സി കേടായി ഞാനിപ്പോൾ ഈ വഴിയിൽ ഒരു സ്ഥലത്ത് നിൽക്കുകയാണ് എന്ന് പറയുമ്പോൾ ചോദിക്കും, അയ്യോ കഷ്ടമായല്ലോ, ഇനിയിപ്പോൾ അമ്മ എങ്ങനെയാണ് വരുന്നത്? അത് വേറെ ടാക്സി അയാൾ അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാനിതേ ഈ വഴി നിൽക്കുന്ന സമയത്തുണ്ടല്ലോ ഒരു കാഴ്ച കണ്ടു. നിൻ്റെ പ്രിയ മരുമോളെ ശ്രുതി അവിടെ ഉണ്ടോടി എന്ന് ചോദിക്കുക. ഇല്ല, ശ്രുതി പാർലറിലേക്ക് പോയല്ലയോ? അമ്മ പോന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്രുതി പാർലറിലേക്ക് പോയി. എന്താമേ? അല്ല, അതെ ഇവിടെ വച്ചിട്ട് ഞാൻ ശ്രുതിയെ ഒന്ന് കണ്ടു കേട്ടോ എന്ന് പറയാണ്. അപ്പോൾ ഉടനെ ചന്ദ്ര പറയാം, അമ്മ അവിടെ വെച്ച് ശ്രുതിയെ കണ്ടോ? അതെന്തിനാ ശ്രുതി അവിടെ വരെ വരുന്നത്? അതൊക്കെ അമ്മയ്ക്ക് തോന്നിയതായിരിക്കും, അതുപോലുള്ള വേറെ ഏതെങ്കിലും പെൺകുട്ടികളായിരിക്കും
ഏയ് വേറൊരു പെൺകുട്ടിയല്ല, നിന്റെ മരുമോള് ശ്രുതി തന്നെയാണ്. അവളെക്കുറിച്ച് ചില വിവരങ്ങളൊക്കെ ഞാൻ അറിയുകയും ചെയ്തു. എന്ത് വിവരം അറിയാനാ? അവളിവിടെ അവളുടെ വീട്ടിൽ വന്നതാണെന്ന്, അവളുടെ അമ്മയും മോനെയൊക്കെ കാണാൻ. അമ്മയും മോനെയും കാണാനോ? ശ്രുതിയുടെ വീട്ടിൽ വരാനോ? എന്താ അമ്മ ഈ പിച്ചും പേയും പറയുന്നത്? അതെ, ഇവിടുത്തെ നാട്ടുകാരാ സത്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞത്. അപ്പോഴേക്കും ചന്ദ്ര പറയും, അമ്മയൊന്നും മിണ്ടാതിരിക്കുക, നാട്ടുകാരെന്തെങ്കിലും പരദൂഷണം പറയുന്നതായിരിക്കും. അതിന് ശ്രുതിക്ക് നാട്ടിൽ വീടൊന്നും ഇല്ലല്ലോ. ശ്രുതിയുടെ വീടും കുടുംബവും എല്ലാം മലേഷ്യയിലല്ലേ. പിന്നെ ഇവിടെ എവിടെ കാണാനാ? അവളുടെ അമ്മ മരിച്ചും പോയി. പിന്നെ മോനോ? അതിന് ശ്രുതി കല്യാണം കഴിച്ചതാണോ അമ്മേ? എന്തൊക്കെ ഈ വിളിച്ച് പറയുന്നത്? അമ്മ ഇങ്ങോ വേറെ വല്ലതും പറയാം. അപ്പോൾ ഉടനെ അച്ഛമ്മ പറയാം, ആ ശരി, എന്തെങ്കിലും ആകട്ടെ, ഞാനിപ്പോൾ തിരിച്ച് അങ്ങോട്ട് എത്തും. അവിടെ എത്തുമ്പോഴേ നിൻ്റെ മരുമോളോട് വന്നു കഴിയുമ്പോൾ അവളോട് കാര്യങ്ങളൊക്കെ ഞാൻ ചോദിക്കും. അങ്ങനെ ഈ കലാവതിക്ക് ഒന്നും കള്ളത്തരം വെച്ചുകൊണ്ടിരിക്കുന്ന ഇഷ്ടമില്ല. കലാവതിക്ക് കാണുന്ന കാര്യങ്ങളൊക്കെ കണ്ടാൽ മനസ്സിലാകുകയും ചെയ്യും. തെറ്റിദ്ധാരണയൊന്നും അല്ല, ഇത് കലാവതി തെളിയിച്ചിരിക്കും. അപ്പോഴും നീ ഇതൊക്കെ തന്നെ പറയണം കേട്ടോ ചന്ദ്രയെന്ന് പറയുമ്പം ചന്ദ്രയ്ക്കൊരു അങ്കലാപ്പാവുക. ചന്ദ്ര ഇങ്ങനെ മനസ്സിലാലോചിക്കുക, ദൈവമേ ഇതെന്താ അമ്മ ഇങ്ങനെ പറയുന്നത്? അങ്ങനെ ഒന്നുമില്ലാതെ വിളിച്ചു പറയുന്ന ആളല്ലല്ലോ അമ്മ. അതിലെന്തെങ്കിലും സത്യം ഉണ്ടായിരിക്കുമോ? തോന്നിയതായിരിക്കും. അതെങ്ങനെ ശ്രുതിയെ ഞാനല്ലേ വിവാഹം ആലോചിച്ച് കൊണ്ടുവന്നത്. അങ്ങനെയുള്ളിടത്ത് ഇങ്ങനെയുള്ള കള്ളത്തരങ്ങളൊന്നുമില്ല. അവളുടെ കുടുംബം മുഴുവൻ മലേഷ്യയിലാ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കാം. അപ്പോഴേക്കും അച്ഛമ്മ കുറച്ച് കഴിയുമ്പോൾ എത്തുകയാണ് കേട്ടോ. അച്ഛമ്മ എത്തിക്കഴിയുമ്പോൾ ചന്ദ്ര വരുന്നുണ്ട് അടുത്തേക്ക്. എന്നിട്ട് ചോദിക്കുക, എന്താ അമ്മേ അമ്മ പറയാൻ പോയ കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ അച്ഛമ്മ പറയാം, എടീ നിൻ്റെ മരുമോളുണ്ടല്ലോ ശ്രുതി, അവളും കൂടെ വരട്ടെ, അവളെയും കൂടെ നിർത്തി ചോദിക്കണം. അല്ലാതെ നിന്നോട് തന്നെ ഇത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവൾ വന്നോന്ന് ചോദിക്കുക. ഇല്ലല്ലോ, ശ്രുതി പാർലറിൽ നിന്ന് വരാൻ കുറച്ച് സമയം കൂടെ എടുക്കുമല്ലോ എന്ന് പറയാണ്. അതേസമയം ശ്രുതിയാണെ വിമലയോടും ആദിയോടും ഒക്കെ യാത്ര പറഞ്ഞിട്ട് അവിടുന്ന് പോരുവാണ് കേട്ടോ. അങ്ങനെ നേരെ വീട്ടിലേക്ക് ചന്ദ്രോദയത്തിലേക്ക് എത്തുകയാണ്. അച്ചമ്മയും അതുപോലെ ചന്ദ്രയൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുക. അപ്പോഴാണ് ശ്രുതി വന്ന് കയറുന്നത്. ശ്രുതി വന്ന് കയറി അകത്തേക്ക് കയറി പോകുമ്പം ചന്ദ്ര ഇങ്ങനെ നോക്കുമ്പോൾ അച്ചമ്മ പറയുക, എന്താടി അവളെ നോക്കുന്നത്? അവളെന്താ ഇന്ന് പാർലറിൽ നിന്ന് നേരത്തെ വന്നത്? അത് നിനക്ക് ചോദിച്ചുകൂടെ എന്ന് ചോദിക്കുക. അപ്പം ചന്ദ്ര ചോദിക്കുന്നുണ്ട് ശ്രുതിയോട്, അതെ ശ്രുതി, നീ എന്താ മോളെ ഇന്ന് പാർലറിൽ നിന്ന് നേരത്തെ വന്നത്? ഇത്രയും നേരത്തെ നീ തിരിച്ചു വരാറില്ലല്ലോ, ഇന്നെന്താ? അപ്പോൾ ശ്രുതി പെട്ടെന്ന് ഞെട്ടിപ്പോവുക. അപ്പോൾ ശ്രുതി, അത് ഇന്ന് ഞാൻ നേരത്തെ പോന്നു, വല്ലാത്തൊരു തലവേദന തോന്നിയതുകൊണ്ട് നേരത്തെ പോന്നതാ എന്നിങ്ങനെ പറയുക. അപ്പോൾ ഉടനെ അച്ചമ്മ ചോദിക്കുക, ശ്രുതി ഒന്ന് നിന്നേ, ശ്രുതിക്ക് ആ സ്ഥലം അറിയാവോ എന്ന് ചോദിക്കുക, ശ്രുതിയുടെ വീടിയിരിക്കുന്ന സ്ഥലം. അപ്പോൾ ഉടനെ ശ്രുതി പറയാ, ഏത് സ്ഥലം? ഞാൻ സ്ഥലത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ എന്ന് പറയാണ്. അപ്പോഴേക്കും വിമലയും ആദ്യം കണ്ടോ ഇന്ന് അവിടെ പോയി ശ്രുതി എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി ഞെട്ടിപ്പോവാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ പോയല്ലോ, അമ്മയും ആദ്യം കാണുകയും ചെയ്തു. ഇതൊക്കെ എങ്ങനെയാണ് അച്ചമ്മ അറിഞ്ഞത്? ഞാൻ പോകുന്നതിന് മുമ്പേ അച്ചമ്മ ബന്ധുവീട്ടിലേക്ക് പോയതാണല്ലോ. പിന്നെ എങ്ങനെ അച്ചമ്മ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞു? സത്യമാണോ? എന്തെങ്കിലും അച്ചമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ടാവോ എന്നൊക്കെ ഓർത്ത് ഞെട്ടിപ്പോവാണ് കേട്ടോ. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അത് എനിക്ക് അറിയാം, അവരെ ഇവിടെ സച്ചിൻ രേവതിയല്ലേ കൊണ്ടുവന്നിരിക്കുന്നത്. അവർ 1-2 പ്രാവശ്യം ഈ വീട്ടിൽ വന്നിട്ടുള്ളതാണല്ലോ എന്ന് പറയാം. അപ്പോൾ ചന്ദ്ര പറയാം, ശരിയാ, അവർ ഈ വീട്ടിൽ വന്നിട്ടുള്ള നാശം പിടിക്കാനായിട്ട് 2 എണ്ണം. ആ സച്ചിൻ രേവതിയും കൂടെ തള്ളിക്കൊണ്ട് വന്നിരിക്കുന്ന 2 ദിവസം ഇവിടെ വന്ന് താമസിച്ചു. എനിക്കിഷ്ടപ്പെട്ടേ ഇല്ല, മഹാശല്യങ്ങൾ. സച്ചിക്കും രേവതിക്ക് ഒരു പണിയില്ലാതെ എവിടെയോ കിടന്ന ദരിദ്രവാസികളെല്ലാം വിളിച്ച് ഇങ്ങോട്ട് കയറ്റുക എന്നൊക്കെ നിന്ന് അവരെ മോശമായിട്ട് അങ്ങ് ചന്ദ്ര പറയാം. അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ശ്രുതിക്ക് അങ്ങ് വിഷമാവുന്നുണ്ട് കേട്ടോ. അമ്മയും മോനെയല്ലേ കുറ്റം പറയുന്നത്. പക്ഷെ ശ്രുതി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അച്ചമ്മ ചോദിക്കുക, എടി ശ്രുതി, നീ ഒന്ന് വിവാഹം കഴിച്ചതാണോ? നിൻ്റെ മോനാണോ ആദ്യം എന്ന് ചോദിക്കുക. അപ്പോഴേക്കും ഉടനെ തന്നെ ചന്ദ്ര പറയാം, അമ്മ എന്താ ഈ ചോദിക്കുന്നത്? എന്ത് മോശം വർത്തമാനം അമ്മ ഈ പറയുന്നത്? എടി ചന്ദ്ര, നീ മിണ്ടാതിരിക്കടി. ഞാൻ കണ്ട കാര്യങ്ങളാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. ഞാനത് എവിടെയും ചോദിക്കുകയും ചെയ്യുമെന്ന് പറയാം. അപ്പോഴേക്കും അങ്ങോട്ട് വരികയാണ് നമ്മുടെ സുധിയും അതുപോലെ സച്ചിയും രേവതിയും എല്ലാവരും വന്ന് നിൽക്കുമ്പം അച്ചമ്മ ചോദിക്കുക, എടി സത്യം പറയടി, നിന്നെ ഞാൻ ഇന്ന് അവിടെ വച്ച് കണ്ടു. നീ നിൻ്റെ അമ്മയോടും മോനോടും സംസാരിച്ച് നിൽക്കുന്നത്. നാട്ടുകാരോട് പലരോടും ഞാൻ നിൻ്റെ കാര്യങ്ങൾ ചോദിച്ചു. അവരെല്ലാ കഥകളും പറഞ്ഞു തന്നടി. നിൻ്റെ പേര് കല്യാണി എന്നല്ലേടി? നീ ഒന്ന് വിവാഹം കഴിച്ചതല്ലേ? ആ ഭർത്താവ് മരിച്ചു കഴിഞ്ഞ് കള്ളത്തരത്തി ഈ പൊട്ടനെ വിവാഹം കഴിച്ചല്ലേ? അതിന് നിന്റെ അമ്മായിയമ്മ ഇവളും കൂട്ടുനിന്നു. നീ കണ്ടുപിടിച്ചോണ്ട് വന്ന മരുമോളല്ലേ ഇവള്, നിന്റെ പ്രിയപ്പെട്ട മരുമോള് മലേഷ്യക്കാരി. അവളെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും ഞാൻ അറിഞ്ഞു. ഇവളൊന്ന് പ്രസവിച്ചതാ. ഇവളുടെ മോനാണ് ആദി, ഇവളുടെ അമ്മയാണ് ആ വിമല. എന്നിട്ടാണ് അവരിവിടെ വന്ന് നിൽക്കുമ്പം ഇവള് നാടകം കളിക്കുന്നത്.
ഇന്ന് ഞാൻ അവരുടെ വീട്ടിൽ വെച്ച് കണ്ടു. ആ നാട്ടുകാർ ഇവളുടെ കഥയെല്ലാം പറഞ്ഞു. ഒന്ന് വിവാഹം കഴിച്ച് അയാൾ മരിച്ചപ്പോൾ പിന്നെ കള്ളത്തരം പറഞ്ഞ് അടുത്ത കല്യാണം കഴിച്ചതാ, സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടും കടം വീട്ടാൻ വേണ്ടിയിട്ടും. എന്നിട്ട് മലേഷ്യയിൽ അവളുടെ അച്ഛനും അമ്മയും. ഇവൾ പെരും കള്ളിയല്ലേ, ഇങ്ങനെ കള്ളത്തരം പറഞ്ഞാണോ ജീവിതം ഉണ്ടാക്കേണ്ടത്? സത്യസന്ധമായിട്ട് ഇവക്ക് കല്യാണം കഴിക്കാൻ വരാണ്ടാണോ ഇവള് കള്ളത്തരം പറഞ്ഞ് ഇവനെ വിവാഹം കഴിച്ച് പറ്റിച്ചത്? നീ അല്ലേടി ആലോചിച്ചുകൊണ്ട് വന്നത്? മലേഷ്യ, പണം എന്നൊക്കെ കണ്ടപ്പോൾ നീ ഇവളെ ഇങ്ങ് കൂട്ടിക്കൊണ്ട് വന്നതല്ലേടി എന്നൊക്കെ ചോദിച്ച് ചന്ദ്രയോടും ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അച്ചമ്മ അങ്ങ് പൊട്ടിത്തെറിക്കുക. അപ്പോൾ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, പറയടി നീ ഈ കലാവതിയുടെ അടുത്ത് നീ എത്ര നേരം കള്ളത്തരം പറയും? അപ്പോഴേക്ക് പെട്ടെന്ന് ശ്രുതിക്ക് പറയാനൊന്നുമില്ല, എല്ലാ സത്യം അച്ചമ്മ വിളിച്ച് പറഞ്ഞില്ലേ. ശ്രുതി ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുക. അപ്പം ചന്ദ്രയ്ക്ക് കാര്യം പിടികിട്ടി. ചന്ദ്ര ചാടി കയറി ശ്രുതിയെ പിടിക്കുക. എന്നിട്ട് പറയും, എടി ഈ കേട്ടതൊക്കെ സത്യമാണോടി? നീ എന്നെ എൻ്റെ മോനെ പറ്റിക്കായിരുന്നോടി? നീ മലേഷ്യക്കാരിയാണെന്ന് പറഞ്ഞിട്ടല്ലേടി? എന്നിട്ടിപ്പം അമ്മ പറഞ്ഞതൊക്കെ സത്യമാണോ എന്ന്? അപ്പോഴേക്ക് ശ്രുതി പറയുക, സത്യവാ, എൻ്റെ ഗതികേട് കൊണ്ട് ഞാൻ ചെയ്തു പോയതാന്ന് പറയുമ്പോൾ ഒറ്റ ഒരെണ്ണം ചന്ദ്ര കൊടുക്കുന്നുണ്ട് നമ്മുടെ ശ്രുതിക്കിട്ട്. അങ്ങനെ കള്ളത്തരങ്ങളൊക്കെ തെളിയാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്